Draw a square of area 15 square centimeter. 15 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എങ്ങനെ നമുക്ക് ഇങ്ങനെ ഏരിയ തന്നു കഴിഞ്ഞാൽ സ്ക്വയർ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന, അതായത് 15 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവ് വരുന്ന സമചതുരം വരക്കണം. സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അപ്പൊ 15 ഇൻറ്റു 15 ചെയ്യുമ്പോൾ രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ 15 കിട്ടണം. ആ രണ്ട് സംഖ്യകൾ നമുക്ക് തരുന്ന സംഖ്യകളുടെ റൂട്ട് സംഖ്യയായിരിക്കും അതിന്റെ എന്ത് വരുന്നത്, ഒരു സൈഡ് വരുന്നത്. കാരണം സൈഡ് ഇൻറ്റു സൈഡ് ആണ് സ്ക്വയറിന്റെ ഏരിയ, അല്ലെങ്കിൽ എ സ്ക്വയർ എന്ന് പറയും. അപ്പൊ എ സ്ക്വയർ 15 ആണെന്നുണ്ടെങ്കിൽ എ എന്തായിരിക്കും, റൂട്ട് 15 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഏരിയ എന്താണോ അതിന്റെ റൂട്ട് സംഖ്യ വരുന്ന ഒരു വശം, അതിന്റെ റൂട്ട് സംഖ്യ ഒരു വശമായിട്ട് വരുന്ന സമചതുരമാണ് വരക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ റൂട്ട് 15 സെന്റിമീറ്റർ വരക്കണം. നമുക്കത് സ്കെയിലൊന്നും അളന്നെടുക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പൊ അത്തരത്തിലുള്ള ലൈനുകൾ എങ്ങനെ വരക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 15 കിട്ടുന്നത്. 1 ഇൻറ്റു 15 ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. പക്ഷെ അത് നമുക്ക് വേണ്ട. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വരക്കുമ്പോൾ വലിയൊരു സംഖ്യയായിട്ട് മാറും. അതായത് 15 പ്ലസ് ഈ ഗുണിക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടണം. 15 ഒന്നും 16 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈന് വരക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അടുത്തത് 2 ഇൻറ്റു ഒരു സംഖ്യ നമുക്ക് 15 കിട്ടില്ല. അടുത്തത് 3 ഇൻറ്റു 5 കിട്ടും. ഓക്കെ, 3 ഇൻറ്റു 5 15 ആണ്. ഇനി വേറെ വരുന്നുണ്ടോ, 4 വരുന്നില്ല. 5 എന്ന് പറഞ്ഞാൽ വീണ്ടും 3 ഇൻറ്റു 5 എത്തി. അപ്പൊ നമുക്ക് 3 ഇൻറ്റു 5 എടുക്കാം. ഇനി 3 5 ഈ ഗുണനങ്ങൾ തമ്മിലൊന്ന് കൂട്ടി നോക്കുക. ഞാൻ പറഞ്ഞു 15 പ്ലസ് 1 16 ആണ്, അത് വലിയൊരു ലൈൻ ആവും. പക്ഷെ 3 പ്ലസ് 5 8 ആണ്. അപ്പൊ നമുക്ക് ഈ 3 പ്ലസ് 5 ആക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 3 പ്ലസ് 5 എടുത്തു. എന്തുകൊണ്ടാണ് ഈ 3 പ്ലസ് 5 എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വരക്കുന്ന കാണിച്ചു തരുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു തിയറി പറയാം. നമ്മൾ ഇങ്ങനെ ഒരു തിയറി പഠിച്ചിട്ടുണ്ട്. ഒരു സെമി സർക്കിൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇങ്ങനെ പെർപെൻഡിക്കുലർ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പി, ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ആ പി എ ആണ് ഇവിടുത്തെ 5 അല്ലെങ്കിൽ 3. ഇവിടെ അപ്പൊ 3 വരും. ഓക്കെ, അപ്പൊ 5 ഇൻറ്റു 3 എന്ന് പറയുന്നത് പി സി സ്ക്വയർ ആണ്. 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 15. അപ്പൊ പി സി സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്, 15 ആണ്. അപ്പൊ പി സി എന്ത് വരും, റൂട്ട് 15 വരും. സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. അപ്പൊ നമുക്ക് റൂട്ട് 15 ലെങ്ത് ഉള്ള ഒരു സൈഡ് കിട്ടിയല്ലോ, കിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എങ്ങനെ വരക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 3 8 സെന്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു വര വരക്കാൻ പോവാണ്. സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് 8 സെന്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു വര വരക്കാൻ പോവാണ്. 8 സെന്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു വര വരച്ചു. ഇനി നമ്മൾ ഇതിനെ 5 3 എന്ന് പറഞ്ഞ് കട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, കോമ്പസ് എടുത്തിട്ട് നമ്മൾ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക, അല്ലെങ്കിൽ സെന്റർ വരക്കുക. ഒന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് വരക്കാം. ഓക്കെ, അതായത് മോർ ദാൻ ഹാഫ്, പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുക, ആർക്ക് വരക്കുക. നമ്മൾ കോമ്പസ് എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വരക്കാം. പകുതിയിൽ കൂടുതൽ എടുക്കുക. നമ്മൾ മുകളിൽ ഒരു ആർക്ക് വരച്ചു. അതേപോലെ നമ്മൾ താഴെയും ഒരു ആർക്ക് വരച്ചു, പകുതിയിൽ കൂടുതൽ. ഇനി നമ്മളുടെ 8 സെന്റിമീറ്ററിന്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഈ 8 സെന്റിമീറ്ററിന്റെ സെന്റർ 4 നമുക്ക് അറിയാം അല്ലെ. പക്ഷെ നമുക്ക് എക്സാമിന് ചിലപ്പോൾ 7.5 അങ്ങനത്തെ ലൈനുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. അപ്പൊ അത് നമ്മളൊന്ന് കാണിക്കണം, എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക എന്നുള്ളത്. പകുതിയിൽ കൂടുതൽ എടുത്തിട്ട്, കോമ്പസിൽ നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുക, ആർക്കുകൾ വരക്കാം. എന്നിട്ട് ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി, യോജിപ്പിച്ചാൽ മതി. ഇപ്പൊ ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടില്ലേ. ഇനി സ്കെയിൽ ഉപയോഗിച്ചാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചാണ്ട് ഈ പോയിന്റുകൾ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, സ്കെയിൽ വെച്ചു. ഇനി നമുക്ക് ആ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ തമ്മിലൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്മൾ വരച്ച ലൈനിന്റെ സെന്റർ കിട്ടും.
അതായത് 8 സെന്റിമീറ്ററിന്റെ സെന്റർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ കറക്റ്റ് സ്കെയിലും കോമ്പസും വരക്കുക, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. ഓക്കെ, കുറച്ചു നേരം നീങ്ങിയിട്ടുണ്ട് അല്ലെ. നിങ്ങൾക്ക് വരക്കുമ്പോൾ കറക്റ്റ് വരക്കുക കേട്ടോ. കറക്റ്റ് ആ കൂട്ടിമുട്ടുന്ന പോയിന്റിലോട്ട് തന്നെ വരിക. ദെൻ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ കോമ്പസ് എടുത്ത് കൊടുത്തിട്ട് നമ്മളുടെ ഈ സെന്ററിൽ വെക്കുക. ഇപ്പൊ നമുക്ക് സെന്റർ കിട്ടിയല്ലോ, ആ സെന്ററിൽ വെച്ചിട്ട് നമ്മൾ ഇനി നമ്മളുടെ സെമി സർക്കിൾ വരക്കുക, അഥവാ അർദ്ധവൃത്തം. എന്ത് വരക്കുക? അർദ്ധവൃത്തം. ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, കാരണം രണ്ട് സൈഡിലേക്കുള്ള അകലങ്ങളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള അകലം എടുത്തിട്ട് നമ്മൾ നമ്മളുടെ അർദ്ധവൃത്തം അഥവാ സെമി സർക്കിൾ വരക്കുകയാണ്. ഓക്കെ, സെമി സർക്കിൾ വരച്ചു. കണ്ട, കറക്റ്റ് രണ്ട് സൈഡിലും നമുക്ക് മുട്ടുന്ന രീതിയിൽ കിട്ടും. കറക്റ്റ് സെൻട്രലായിട്ടാണ് നമുക്ക്, അതിനാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുന്നത്. ഇനി സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കയ്യിൽ നമുക്കറിയാം 5, 3 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കട്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് 5 × 3 15 നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ആ സ്കെയിൽ ഉപയോഗിച്ചാണ്ട് 5, 3 ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ടോട്ടൽ 8 സെന്റിമീറ്റർ ആണ്. അതിന് 5, 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ 3 സെന്റിമീറ്ററിന്റെ ഇവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ടോ ഓക്കെ, നമ്മളിപ്പോൾ മാർക്ക് ചെയ്തു. ഇനി ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് സെമി സർക്കിളിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതായത് ആ സർക്കിളിൽ മുട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. നമുക്ക് കറക്റ്റ് അവിടെ വെച്ചിട്ട് വരക്കാം. ഓക്കെ, അപ്പൊ 5, 3 നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ 5, 3 കട്ട് ചെയ്യുന്ന മാർക്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലൈൻ വരക്കാൻ പോവാണ്. അത് ആ സർക്കിളിൽ തട്ടിയല്ലോ. ഇതാണ് നമ്മളുടെ റൂട്ട് 15. ഞാൻ നേരത്തെ പറഞ്ഞു PA × PB = PC² വെച്ചിട്ട്. അപ്പൊ 5 × 3 15. അപ്പൊ അതിന്റെ റൂട്ടാണ് ഈ റെഡിങ്ങിൽ വരച്ചിട്ടുള്ള ലൈൻ. ഇതാണ് നമ്മളുടെ സമചതുരത്തിന്റെ ഒരു വശം. ഇനി ഈ ലെങ്ത് കോമ്പസിൽ എടുക്കുക. ഏത്? ഈ റെഡ് ലൈൻ ഉണ്ടല്ലോ, അത് കോമ്പസിൽ എടുക്കുക. ഓക്കെ, നമുക്ക് കോമ്പസിൽ എടുക്കാം. ഓക്കെ, കറക്റ്റ് ആ ലൈൻ തന്നെയാണ് വരുന്നത്. എന്നിട്ട് ആ ലെങ്ത് നമ്മൾ നമ്മുടെ ഈ 8 സെന്റിമീറ്ററിന്റെ ഈ സൈഡിൽ ഒരു ആർക്ക് വരച്ചിട്ട് അവിടേക്ക് കൂട്ടി കൊടുക്കുക. കൊടുത്തല്ലോ. ഓക്കെ, ഇനി ഇവിടുന്ന് നേരെ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചാണ്ട് എന്ത് ചെയ്യുക? നേരെ ആ ലൈനിൽ, അതായത് നമ്മുടെ 8 സെന്റിമീറ്ററിനുണ്ടല്ലോ, 8 സെന്റിമീറ്ററിന്റെ നേരെ നമ്മൾ ആ ആർക്കിലോട്ട്, നമ്മൾ വരച്ച ആർക്കിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? മുട്ടിച്ചു കൊടുക്കുക നേരെ. ഓക്കെ, ദെൻ ആ 8 സെന്റിമീറ്ററിന്റെ നേരെ നമ്മളുടെ ആർക്കിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? മുട്ടിച്ചു കൊടുക്കുക. ഇപ്പോ ഇനി രണ്ട് സൈഡായി. ഇനി മറ്റു രണ്ട് സൈഡ് കിട്ടണല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി വീണ്ടും കോമ്പസ് എടുത്തിട്ട് ഇനി രണ്ട് സൈഡിൽ നിന്നാണ് പോകേണ്ടത്. ഈ ആർക്ക് കട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, അവിടെ കോമ്പസ് വെച്ചിട്ട് നമ്മൾ കോമ്പസിന്റെ ലെങ്ത് നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല, മുകളിലോട്ട്. ഇനി ഇവിടുന്ന് മുകളിലോട്ടല്ലേ പോകണ്ടേ? അപ്പൊ അവിടെ മുകളിലോട്ട് പോകണം. അതുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക. ഇനി അടുത്ത് പോകേണ്ടത് ഇവിടെ ഈ മൂലയിൽ നിന്നാണ് ഇനി അടുത്ത് പോകേണ്ടത്. കോമ്പസ് നമുക്ക് കൊണ്ടുവരാം. ഇവിടെ നിന്നാണ് ഇനി പോകേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ കോമ്പസ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വരച്ച ആർക്കിനെ നമ്മൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. ഇനി ഈ കട്ട് ചെയ്ത പോയിന്റിൽ നിന്നും രണ്ട് ഭാഗത്തേക്കും നമ്മൾ ഓരോ ലൈനുകൾ വരച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് നമ്മളുടെ സ്ക്വയർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരക്കുക? ഒരു ഏരിയ തന്നു കഴിഞ്ഞാൽ സ്ക്വയർ വരക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരക്കാനായിരുന്നു, അഥവാ 15 ചതുരശ്ര സെന്റിമീറ്റർ ഏരിയ പരപ്പളവ് വരുന്ന ഒരു സമചതുരം വരക്കാൻ. ഇങ്ങനെയാണ് നമ്മൾ സമചതുരം വരക്കുക. ഏത് ലെങ്ത് ആണോ നിങ്ങളോട് പറയുന്നത് അതിന്റെ റൂട്ട് വരുന്നത്, അതായത് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടി നോക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞത് 15 സെന്റിമീറ്റർ സ്ക്വയർ, 15 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പൊ 1 × 15 അത് വലുതാവും. 3 × 5 അപ്പൊ 3 + 5 8 സെന്റിമീറ്റർ എടുത്തു. എന്നിട്ട് നമ്മളൊരു ലൈൻ വരച്ചു, അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. എന്നിട്ട് 5, 3 എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. എന്നിട്ടോ ആ 5, 3 നേരെ മുകളിലോട്ട് വരച്ച് സർക്കിളിലോട്ട് കട്ട് ചെയ്തു. അതാണ് നമ്മളുടെ റൂട്ട് 15. എന്നിട്ട് ആ ലെങ്ത് വെച്ചാണ് നമ്മളൊരു സ്ക്വയർ വരച്ചു. ഇപ്പൊ ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയയാണ് എന്ത്? 15 ചതുരശ്ര സെന്റിമീറ്റർ, അഥവാ 15 സെന്റിമീറ്റർ സ്ക്വയർ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു എന്താ പറയാ തന്നിട്ടുള്ള പരപ്പളവിൽ ഒരു സ്ക്വയർ വരക്കുന്നത്, അഥവാ സമചതുരം വരക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ.